എത്തിയിട്ടുണ്ട്. ശ്രീമതി മാല പാർവതി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു സ്ത്രീ വിരുദ്ധനാണ് ബോബി ചെമ്മണ്ണൂർ. ഒരൊറ്റ ഇൻസ്റ്റൻസ് അല്ല ഉള്ളത്. കഴിഞ്ഞ ഒരു 5-6 വർഷമെങ്കിലുമായി പബ്ലിക് സ്പേസിൽ തുറന്ന് സ്ത്രീ വിരുദ്ധത, അധിക്ഷേപം, ദ്വയാർത്ഥമൊക്കെ വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഒരാളുടെ പ്രശ്നം എന്നുള്ളതിലുപരി അയാൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നത് കൊണ്ട് എന്ത് മാറ്റം അക്കാര്യത്തിൽ ഉണ്ടാവും? എന്തായാലും ഈ ഓൺലൈൻ വഴി, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു ദിവസമായിട്ടെങ്കിലും കമന്റ് ഇടുന്ന കുപ്രസിദ്ധ കമന്റുകാരൊക്കെ ഒളിവിലാണ്. നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. ആണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ചൊരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത്, അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടുന്ന് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ്. ഹണി റോസ് നൽകിയ പരാതിന്മേലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇന്ന് വയനാട്ടിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിലെ കൊച്ചിയിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാറ് കുടുങ്ങിയിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അവിടുന്ന് തന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. കേസ് എന്താണെന്ന് വെച്ചാൽ, ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും ആലക്കോട് വെച്ചിട്ടുണ്ടായ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിൽ വെച്ചിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം കുറേ നാളുകളായിട്ട് സ്ത്രീ വിരുദ്ധം പരസ്യമായിട്ട് നടത്തുന്ന ഒരാളാണ്. ഇത്രയും നാളായിട്ട് ആരും തന്നെ ഒരു കേസ് പോലും അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം കുറേ വർഷങ്ങളായിട്ട് ബോബി ചെമ്മണ്ണൂർ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുകയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെയും മറ്റ് ആളുകൾക്കെതിരെയും നടത്തിക്കൊണ്ട് സെലിബ്രിറ്റി ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ട്. അതിൻ്റെ ഒരു ശോഭയിൽ ബോബി ചെമ്മണ്ണൂർ അത് തുടർന്നേ കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വരവോടുകൂടി, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ നല്ല രീതിയിലുള്ള ഷോർട്സ് മറ്റു കാര്യങ്ങളൊക്കെ വരുത്തോട് കൂടിയിട്ട് ആളുകൾക്കിടയിൽ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതേപോലെയുള്ള ഒരു ലൈംഗിക ചൊവ്വയോടുള്ള സംസാരങ്ങൾ, ഇതൊക്കെ വളരെ ഒരു ട്രെൻഡിലാണ് ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ചിട്ട് നമ്മളെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയ രൂപത്തിൽ ആഘോഷിക്കുകയാണ്. ഇപ്പം ബോബി ചെമ്മണ്ണൂർ പറയുന്ന ഓരോ വാക്കുകളും, ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും വലിയൊരു ഫാൻസ് ബേസിലാണ് ഇവരെടുക്കുന്നത്. അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിട്ട് അത് അവർക്ക് വലിയൊരു ആവേശം നൽകുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോന് ഇത്ര അധികം വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റല്ല എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നത്. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്, മറ്റങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് നമ്മളൊരു വ്യക്തിനെ അപമാനിക്കുന്ന തുല്യമാണ്. പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നത് അല്ലല്ലോ വിഷയം. നമ്മൾ പബ്ലിക്കായിട്ട് ഒരാളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അങ്ങനത്തെ രീതിയിൽ പോകാൻ പാടില്ല. ഇത് ഹണി റോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹണി റോസ് തുറന്ന് പറയുന്നുണ്ട്. ഹണി റോസ് ഇത് ഇയാളുടെ മാനേജർമാർക്കും മറ്റും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം പ്രയോഗങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു വകവയ്ക്കാതെ വീണ്ടും ഇൻ്റർവ്യൂ നടത്തിയും മറ്റു കാര്യങ്ങളിലൂടെ ഇത് ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കേസിലേക്ക് പോയതും കേസ് കൊടുത്തിട്ട് മണിക്കൂറുകൾക്കകം തന്നെ അത് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. ഒരുപാട് സന്തോഷം എന്ന രീതിയിൽ തന്നെയാണ് ഹണി റോസ് പ്രതികരിച്ചിരിക്കുന്നത്. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ് ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും ഇതുള്ളതുകൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയുന്നത്. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പലരും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നു. അവരൊക്കെ സന്തോഷിക്കണം. അറിയുന്നത് കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് കോടതിയിൽ തെളിയിക്കും. യഥാർത്ഥ പരാമർശം അതാണ്. തെറ്റ് ചെയ്തിട്ടില്ല.
ഇവിടെ ഇപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ചിട്ട് ഹണി റോസിന് ഒരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതൊരു അപമാനമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ തുടർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവരോട് പേഴ്സണലി സംസാരിച്ചു എന്നാണ് പറയുന്നത്. കാരണം പബ്ലിക് അല്ലാണ്ട് പേഴ്സണലി ഇവരോട് ഇത് തിരുത്തണം എന്ന രൂപത്തിൽ സംസാരിച്ചിട്ട് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതേപോലെ പലരും ഉണ്ട്. കാരണം ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് നമുക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു സംഭവം ഇപ്പം ബോച്ചനെ പോലുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ അവർക്കും കൂടി ഒരു പ്രചോദനമാണ്. പക്ഷേ ഇവർ പറയുന്ന ഈ ഒരു പ്രയോഗത്തിലൂടെ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് അവരുടെ വ്യക്തിപരമായിട്ട് അവർക്ക് വളരെ വിഷമം നൽകുന്ന രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഏതൊരു വ്യക്തിക്കും അവരുടെ ആത്മാഭിമാനം വലുതാണ്, അഭിമാനം തന്നെയാണ് വലുത്. കാരണം അവരുടെ ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറ്റ് ലൈംഗിക അധിക്ഷേപം നടത്തുന്നത് പബ്ലിക്കായി നടത്തുന്നത് കുറ്റകരം തന്നെയാണ്. അത് ബോബി ചെമ്മണ്ണൂർ പോലെയുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത് അങ്ങനെ പറയുന്നവർക്കൊരു പാഠമാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റിന് പിന്നാലെയും ബോബി ചെമ്മണ്ണൂർ പറയുന്നത് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ ആ ഒരു രീതിയിൽ സംസാരിച്ചതല്ല, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറച്ച് തംബ്ലൈൻ ഞാൻ ഇവിടെ വെക്കാം, ഈ സൈഡിൽ വെക്കാം. അപ്പോൾ ആ തംബ്ലൈൻ നിങ്ങൾ നോക്കി നോക്ക്, നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഒരു അശ്ലീല ചൊവ്വയുള്ള തംബ്ലൈൻ വെച്ചിട്ടാണ് അയാൾ വ്യൂസിനെ കൂട്ടുന്നത്. അതായത് അയാൾക്കറിയാം, മാർക്കറ്റിംഗ് അറിയുന്നതുകൊണ്ടാണ്. കാരണം നമ്മുടേതായ ആൾക്കാർ, പല ആൾക്കാരും ഇത് വലിയൊരു തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവുക. അപ്പം നമുക്ക് ഇപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ചിട്ട് ഇയാൾ പറയുമ്പോൾ നമ്മൾ പലരും കൈയടിക്കുന്ന ഒരു സ്ഥിതിയാണ്. അത് മാറണം. കാരണം ഇത് നാളെയും പല നമ്മുടെ കുടുംബത്തിലടക്കമുള്ള ആളുകളെ കുറിച്ചിട്ട് ഇത്തരം ആളുകൾ, പല ആളുകളും പറഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നാളെ അതൊരു വലിയൊരു കുറ്റകരമായിട്ടും ഖേദമായിട്ടും ഒക്കെ മാറുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ, ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ആളുകളെ നമ്മൾ അവസാനിപ്പിക്കണം. ഇതുപോലുള്ള കേസുകൾ തുടരണം. ഇത്തരം ആളുകളെ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പം ഹണി റോസ് കൊടുത്ത പരാതിമേളിൽ ചില ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് അതിന് അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ നമുക്കറിയാം. പല രീതിയിലും അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വളരെ മോശം രീതിയിൽ ആർക്കും എങ്ങനെയും കമൻറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്താൽ അറിയാൻ വെച്ചിട്ട് തംബ്ലൈൻ മൊത്തം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതായത് ലൈംഗിക ചുവയിലുള്ള തംബ്ലൈൻ ഇട്ടിട്ടാണ് അയാൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നത്. കാരണം അത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലൈൻ തന്നെയാണ് അയാൾ പിടിക്കുന്നത്. പണ്ട് കാലത്ത് അയാൾ പറഞ്ഞ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നല്ല രീതിയിൽ കൈയടിച്ചിട്ടുണ്ട് പല ആളുകളും. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അയാളെപ്പോലുള്ള ആളുകളെ വീണ്ടും വീണ്ടും ഇതിന് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കായിട്ട് നമ്മളെ സെലിബ്രിറ്റികളായ നടികളെയും മറ്റും ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ട് പബ്ലിക്കായിട്ട് വേദിയിൽ നിന്ന് പോലും അവരുടെ ശരീരഭാഗങ്ങളെയും മറ്റും ഒരു ലൈംഗിക ചൊവ്വയോട് പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിട്ട്, ഈ നടിമാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഉദ്ഘാടനത്തിനും മറ്റും പോയിട്ട് അവർ ആര് വിളിച്ചാലും അങ്ങനെ ഉദ്ഘാടനത്തിന് ആ രൂപത്തിൽ പോകുന്നത്. പക്ഷെ അവരെ സ്റ്റേജിലായിട്ട് പബ്ലിക്കായിട്ട് അവരെ ഒരു വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ അഭിമാനം തകരുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ആ രൂപത്തിൽ തന്നെയാണ് ഹണി റോസ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ ബോബി ചെമ്മണ്ണൂരിനെ ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അയാളത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ആളുകളെയും ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എടുത്താൽ മനസ്സിലാവും. ഹണി റോസിന് മാത്രമല്ല, ഒരുപാട് സിനിമാ നടിമാരെ അയാൾ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ട് അവരെ അപമാനിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നിമിഷമാണ്. കാരണം നമ്മളൊരു കേസ് കൊടുത്തിട്ട്, പ്രത്യേകിച്ചിട്ട് വെച്ചാൽ ഒരു വലിയ ഒരു പണമുള്ള, ഒരു വലിയ സ്വാധീനമുള്ള, അധികാര സ്വാധീനമുള്ള ഒരാൾക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയത്. ആ പരാതി നൽകി ആ ഒരു സ്പോട്ടിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ റിയാക്ട് ചെയ്യുകയും ഹണി റോസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിറകെയാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കാരണം വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ നീതി ഹണി റോസിന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. വരും കാലങ്ങളിൽ നമ്മുടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം പ്രയോഗങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ചിട്ട് പോലീസ് നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഈ ഒരു ഇടപെടൽ തുടർന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, അരിക്കൊമ്പൻ ഫാൻസ്, അതേപോലെ തന്നെ ഓരോ ക്രൈം നടക്കുമ്പോഴും അവർക്ക് സപ്പോർട്ടായിട്ട് കുറേ ആളുകൾ വരാറുണ്ട്, അവർ ഫാൻസ്. അതുപോലെ ഇപ്പം ബോബി ചെമ്മണ്ണൂർ ഫാൻസ്, അതായത് ബോച്ചയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇത്തരം ആളുകൾ ഇത്തരം അതിക്രമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ വലിയ രൂപത്തിൽ പ്രൊമോഷൻ ചെയ്യുകയാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ, ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വലിയൊരു സ്വീകരണം നൽകും. തീർച്ചയായിട്ടും വലിയൊരു സ്വീകരണം
ഒരു വിഭാഗം ആളുകൾക്ക് ഇടയിൽ നിന്നുണ്ടാവും. അത് അയാളെ സംബന്ധിച്ചിട്ട് എനിക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ടല്ലോ, ആ ഫാൻ ബേസ് എനിക്ക് സപ്പോർട്ടാണ്. കാരണം എന്നാലും അയാൾ ഞാൻ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ തെറ്റ് ചെയ്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി പുറത്തിറങ്ങിയാലും അയാൾ അതിനെ ന്യായീകരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം അയാൾ ഒരു തെറ്റല്ല ചെയ്തത്. പല ഇൻ്റർവ്യൂവിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഹണി റോസിനെ ആയാലും മറ്റ് നടിമാരെ ആയാലും അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ഒരു തർക്കവുമില്ല. അയാളെ ഭാഗത്ത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് സംബന്ധിച്ചിട്ട് എനിക്ക് ആ ഒരു പറ്റിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ചിട്ട് ഇത്തരം ഫാൻ ബേസുകളെ, ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ ബേസുകളെ വാക്കും കേട്ടിട്ട് മുന്നോട്ട് പോയാൽ വലിയൊരു ദോഷം തന്നെയായിരിക്കും. ഇത് സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക എന്ന് തന്നെയാണ്. എന്തായാലും വരും കാലങ്ങളിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവട്ടെ. നമ്മൾ ഇത്തരം കേസുകൾ കൊടുത്താൽ പോലീസ് നടപടി എടുക്കും എന്നൊരു പേടി ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഉണ്ടായാൽ ഇതിനൊരു അറുതി ഉണ്ടാവും. ഇപ്പം തന്നെ കുറച്ച് കമൻറ്റുകളൊക്കെ ഹണി റോസിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ അടിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ തുടർച്ചയായിട്ട് വരുന്നാൽ മാത്രമേ ഇത്തരം ഒരു സൈബർ അതിക്രമങ്ങൾ കുറയുകയുള്ളൂ. തീർച്ചയായിട്ടും വനിതകൾ, അല്ലെങ്കിൽ ഇത്രയും വനിതകൾ എന്നല്ല പുരുഷന്മാരായാലും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ, സൈബർ അതിക്രമങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകുക. പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതാരായാലും എത്ര ഉന്നതനായാലും ആ രൂപത്തിൽ പോലീസ് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ആ ഒരു രീതിയിലുള്ള ഏതൊരാളെയും പറയുന്ന ഒരു രീതി അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ.